നമസ്കാരം, ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാക്കണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ലൊരു കഥ എഴുതേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു കഥയെ ലീനിയർ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്കി എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടതെന്നുള്ളതിൻ്റെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോർമാറ്റാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തിരക്കഥ എഴുതുന്നതിന് 2 ടൈപ്പ് ഫോർമാറ്റാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് 2 കോളം ഫോർമാറ്റ്, മറ്റേതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അപ്പോൾ കുറേ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്തരത്തിൽ ഫോർമാറ്റിലൊന്നും ഒരു കാര്യവുമില്ല, നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് എന്താണോ അതിലാണ് കാര്യമെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഫോർമാറ്റിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏതാണ് ശരിയായ ഫോർമാറ്റ്, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഏതാണ് എഴുതേണ്ടത്, അതെങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ 2 കോളം ഫോർമാറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് വിഷ്വൽസും റൈറ്റ് സൈഡിലായിട്ട് ഡയലോഗുകളും എഴുതുന്ന ഒരു ഫോർമാറ്റ് രീതിയാണ്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും നേരെ താഴേക്ക് എഴുതി വരുന്ന ഒരു ഫോർമാറ്റ് രീതിയാണ്. അപ്പോൾ തിരക്കഥ എഴുതാനായിട്ട് വന്നൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ പല ആൾക്കാരും ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടായിരിക്കും എഴുതുന്നത്. കാരണം അത് ഭയങ്കര ഈസിയാണ് അല്ലേ. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം വിഷ്വലാണ്, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ 2 കോളം ഫോർമാറ്റിൽ സ്ക്രിപ്റ്റ് എഴുതി പഠിക്കരുത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കോളം ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെയാണ് കൂടുതലായിട്ടും സിനിമകളിൽ ഉപയോഗിച്ച് വരുന്നത് കാണുന്നത്. എന്നാൽ നമ്മൾ കേരളം വിട്ട് നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ കൂടുതലായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്, ഇന്റർനാഷണലി അംഗീകരിച്ച, ലോകം മുഴുവൻ അംഗീകരിച്ച ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് സിനിമയിൽ മുഴുവനായിട്ടും തിരക്കഥ എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 കോളം ഫോർമാറ്റിലാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി പഠിക്കുന്നതെങ്കിൽ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് പുറത്തേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ആദ്യം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ എഴുതി പഠിക്കുക. കാരണം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ അത് മലയാളം ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നതാണ്, ലോകത്ത് എവിടെയും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർമാറ്റ് മലയാളം എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ 2 കോളം ഫോർമാറ്റിൽ സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ആരും തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെട്ട ആ ഒരു സ്റ്റാൻഡേർഡ് സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പറയുന്ന കണ്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഒരു സ്റ്റാൻഡേർഡ് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണമെന്ന്, അതിന്റെ ഫോർമാറ്റ് എന്താണെന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് Celtx എന്ന് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ലെങ്കിലും ആ ഒരു ഫോർമാറ്റ് എല്ലാം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റായി വരുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിരക്കഥ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതാനായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത് Celtx എന്ന് പറയുന്ന ആ ഒരു ടൂളിലേക്കാണ്. ഇത് അവരുടെ വെബ്സൈറ്റ് ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, Celtx എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. മാസം ഒരു $15 അല്ലെങ്കിൽ ഒരു 1200 രൂപയൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇതേ കാര്യം എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ Celtx ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പഠിക്കുക. എന്നിട്ട് നമുക്ക് അത് തന്നെ ഫ്രീ ആയിട്ട് വീഡിയോയുടെ അവസാനം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ Celtxനുള്ളിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോഗിൻ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മൈ സ്റ്റുഡിയോ, ക്രിയേറ്റ്, പ്രൊഫൈൽ, പ്രൊജക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ 2 സ്ക്രിപ്റ്റുകളുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയതായിട്ടൊരു തിരക്കഥ ടൈപ്പ് ചെയ്യുകയാണല്ലേ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ് എന്ന്. അപ്പോൾ ഞാനിവിടെ ഫിലിം ആൻഡ് TV കൊടുക്കുകയാണ്. അതായത് നമുക്ക് സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊജക്ട് നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം തൽക്കാലം സാമ്പിൾ എന്ന് പ്രൊജക്ട് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു സാമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇനി തിരക്കഥ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ക്രിപ്റ്റ്, ബീറ്റ് ഷീറ്റ്, സ്റ്റോറി ബോർഡ്, കാറ്റലോഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നിങ്ങൾ അതിലേക്ക് ഒന്നും തന്നെ നോക്കേണ്ട. നേരെ നിങ്ങൾ മുകളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സീൻ ഹെഡിങ്, ആക്ട്, ആക്ഷൻ, ക്യാരക്ടർ, ഡയലോഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ തൽക്കാലം നോക്കേണ്ടതില്ല. പകരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേജിൻ്റെ ആദ്യം തന്നെ ഒരു ഗ്രേ കളർ ലൈൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതിനെയാണ് സീൻ ഹെഡിങ് എന്ന് പറയുന്നത്. ആ സീൻ ഹെഡിങ് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അപ്പോൾ അതിനാണ് നമ്മൾ സീൻ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തിരക്കഥയുടെ സീൻ ഹെഡിങ്ങിൽ എന്താണ് എഴുതേണ്ടത്, അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സീൻ ഹെഡിങ്ങിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് സീനിൻ്റെ നമ്പറാണ്. അപ്പം സീൻ നമ്പർ എത്രയാണെന്നുള്ളത് ആദ്യം എഴുതണം. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് എവിടെയാണ്, അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ,
ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ എന്നാണ്. അതായത് ഔട്ട്ഡോറും ഇൻഡോറും പറയുന്നത് ക്യാമറയുടെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ നിങ്ങൾ എഴുതണം. അതിന് നിങ്ങൾക്ക് ഇന്റീരിയർ ആണെങ്കിൽ ഇൻഡ് എന്ന് എഴുതാവുന്നതാണ്, എക്സ്റ്റീരിയർ ആണെങ്കിൽ EXT എന്ന് എഴുതാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് ലൊക്കേഷനാണ്. ഈ ഒരു സീൻ നടക്കുന്നത് എവിടെയാണെന്നുള്ളതിൻ്റെ ആ ഒരു ലൊക്കേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമയം എഴുതണം, രാത്രിയിലാണോ പകലാണോ നടക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സീൻ ഹെഡിങ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മളിവിടെ തിരക്കഥ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സീനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സീൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലോ എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ ഈ സംഭവം നടക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇന്റീരിയർ, ഒരു റൂമിനകത്ത് നടക്കുന്നതായതുകൊണ്ട് ഞാൻ ഇന്റീരിയർ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം എവിടെയാണ് ഈ ഒരു സീൻ നടക്കുന്നത് എന്നുള്ളൊരു ലൊക്കേഷൻ ഞാനിപ്പം തൽക്കാലം ഹോസ്റ്റൽ റൂം എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സമയമാണ് എഴുതേണ്ടത്, രാത്രിയിലാണോ പകലാണോ ഇത് നടക്കുന്നതെന്ന് ഞാൻ ഡേ എന്ന് എഴുതുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ സീൻ ഹെഡിങ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി തിരക്കഥ എഴുതണം അല്ലേ. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മാത്രം മതി. എൻ്റർ അടിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേയിൽ നിന്ന് ഈ ഒരു സാധനം താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അത് താഴേക്ക് പോയ സമയത്ത് ഇതാ മുകളിലെ സീൻ ഹെഡിങ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ ആക്ഷൻ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സീനിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളൊരു സീനിൽ കണ്ണുകൊണ്ട് എന്തെല്ലാമാണോ കാണുന്നത് അതിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 കോളം ഫോർമാറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എന്തെല്ലാമാണോ എഴുതുന്നത് അതിനാണ് ആക്ഷൻ എന്ന് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ നിങ്ങൾ താഴേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ച് സീൻ എഴുതാം, നിങ്ങളൊന്ന് നോക്കിക്കോ. അപ്പം ഞാനിവിടെ ആക്ഷനിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം. മുറിയുടെ വശങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ബിയർ ബോട്ടിലുകൾ, വലിച്ചുപേക്ഷിച്ച സിഗരറ്റ് കുറ്റികൾ, കൂട്ടിയിട്ടിരിക്കുന്ന പഴയ തുണികൾ, ഒറ്റ നോട്ടത്തിൽ വൃത്തിഹീനമായ മുറി, കട്ടിലിൽ തലവഴി ആരോ മൂടി പുതച്ച് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് അടുത്തിരിക്കുന്ന മൊബൈൽ റിങ് ചെയ്യുന്നു. അപ്പോൾ ഒരു സീൻ തുടങ്ങിയിട്ട് നിങ്ങൾ വിഷ്വലി കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഡയലോഗോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു റൂമിലേക്ക് പുതിയൊരു ക്യാരക്ടർ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ഡയലോഗ് വരുന്നുണ്ട്, പുതിയൊരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. റൂമിലേക്ക് കയറി വരുന്ന ശരത്ത്, പ്രായം 19, വേഷം ബെർമൂഡയും ടീഷർട്ടും, ഉറങ്ങിക്കിടന്നിരുന്ന ആളെ തട്ടി വിളിച്ചുകൊണ്ട്. ഇനി അപ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗാണ് നമ്മൾ ഇവർ പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് ക്യാരക്ടർ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കർസർ ദാ സെൻറ്ററിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് എഴുതി ചേർക്കാവുന്നതാണ്. അതായത് ശരത്ത്. ശരത്താണ് ഇപ്പോൾ ഡയലോഗ് പറയുന്നത് അല്ലേ. അതിനുശേഷം നിങ്ങളൊന്ന് എൻ്റർ അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരത്തിന് പറയാനുള്ള ഡയലോഗിലേക്ക് ഇത് മാറുന്നതാണ്. മുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയലോഗ് എന്ന് മാറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ സെൻറ്ററിൽ വന്ന് നിൽക്കും. അതിനുശേഷം നിങ്ങളൊന്ന് എൻ്റർ അടിക്കുകയാണെങ്കിൽ അത് നേരെ താഴേക്ക് വരുന്നതാണ്. അവിടെ ഡയലോഗ് പറയാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ച് ലെഫ്റ്റിലേക്ക് വന്നിട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ശരത്ത് പറയുന്ന ഡയലോഗ് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡയലോഗിന് ശേഷം നിങ്ങൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ അടുത്ത ക്യാരക്ടറിന് എന്താണോ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ കട്ടിലിൽ ഉറങ്ങിക്കിടന്ന വ്യക്തിക്ക് ഞാൻ ജസ്റ്റ് ഒരു രമേശ് എന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെ രമേശ് എന്ന് പേര് കൊടുത്തിട്ട് ഞാനിവിടെ എൻ്റർ അടിക്കുകയാണെങ്കിൽ രമേശിന് പറയാനുള്ള ഡയലോഗ് വരുന്നതായിരിക്കും. അപ്പോൾ രമേശ് എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുന്നു. അതിനുശേഷം വീണ്ടും എൻ്റർ അടിക്കുകയാണെങ്കിൽ വീണ്ടും ശരത്തിന് പറയാനുള്ള ഡയലോഗ് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ ഷാ എന്നൊന്ന് അടിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു സജഷൻ വന്നിട്ടുണ്ട്. ശരത്ത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ മുന്നിലേക്ക് നിങ്ങൾ ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എത്ര ക്യാരക്ടർ ഉണ്ടോ അതെല്ലാം തന്നെ ഇത്തരത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് സജഷനായിട്ട് ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടറിനെ അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ എൻ്റർ അടിക്കുകയാണെങ്കിൽ വീണ്ടും ആക്ഷനിലേക്ക് പോകുന്നതാണ്. അവിടെ എന്താണ് നടക്കുന്നുള്ളത് ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു സീൻ തീർന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നേരെ മുകളിലേക്ക് പോവുക. എന്നിട്ട് ഇത്തരത്തിൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഈ ഒരു കർസർ ഇത്തരത്തിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പോയിട്ട് കട്ട് ടു, ആ ഒരു സീൻ തീർന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കട്ട് ടു എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ കട്ട് ടു എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പുതിയൊരു ഗ്രേ സ്ക്രീൻ വരുന്നതാണ്. അതായത് ആ ഒരു സീൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത സീനിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് സീൻ ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം എൻ്റർ അടിച്ചുകൊണ്ട് ആക്ഷനിലേക്ക് പോകാം, ഡയലോഗിലേക്ക് പോകാം, മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെൽടെക്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റിൽ സ്ക്രിപ്റ്റ് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ആക്ടർക്കോ പ്രൊഡക്ഷൻ കമ്പനികൾക്കോ എവിടെ കൊടുത്താലും അവർക്ക് ഇത് ഈസി ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമല്ല, സ്ക്രിപ്റ്റിൽ കുറേ ടെക്നിക്കൽ വേർഡ്സും കുറേ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നതായിരിക്കും. അപ്പോൾ അത്രയൊന്നും ഡിഫിക്കൽട്ട് നമ്മൾ ആകേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു ബേസിക്ക് മാത്രം നിങ്ങളിപ്പോൾ ഒന്ന് പഠിച്ചു നോക്കുക. എങ്ങനെയാണ് അതിൻ്റെ സീൻ ഹെഡിങ് എഴുതേണ്ടത്, എങ്ങനെയാണ് ആക്ഷൻ എഴുതേണ്ടത്, എങ്ങനെയാണ് ഡയലോഗ് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. മുന്നിലേക്ക് ഇതിനെ അഡ്വാൻസ് ആയിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു പ്രൊഫഷണൽ
ഒറിജിനൽ രീതിയിൽ തന്നെ എഴുതുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സെൽടെക്സിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു സിനിമയുടെ തിരക്കഥ മുഴുവൻ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് PDF ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്, ആർക്കെങ്കിലും മെയിൽ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫയൽ എന്നുള്ള ഓപ്ഷനിലേക്ക് വരാം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ വാട്ടർമാർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ ഫോർമാറ്റിൽ എങ്ങനെ ഫ്രീ ആയിട്ട് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് സെൽടെക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ ഡോക്കിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത് ആർക്കും ഇത്തരത്തിൽ പോയിട്ട് ഫ്രീ ആയിട്ട് എന്തും ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ഒരു ടൂളാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വീട് പോലൊരു കാര്യം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടല്ലേ, ആ ഒരു സീൻ ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സീൻ 1 അങ്ങനെ നിങ്ങൾ പഠിച്ച ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റില്ലേ, ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഇത്തരത്തിൽ ഗൂഗിൾ ഡോക്കിൽ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ ഡോക്കിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മാനുവലായിട്ട് പോയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. എന്നാൽ സെൽടെക്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം കറക്റ്റ് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി തരുന്നതാണ്. അപ്പോൾ സെൽടെക്സ് മാത്രമല്ല, ഫൈനൽ ഡ്രാഫ്റ്റ്, സ്റ്റുഡിയോ ബൈൻഡർ, FI തുടങ്ങിയ കുറേ സോഫ്റ്റ്വെയർ ഇത്തരത്തിൽ തിരക്കഥ എഴുതാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ പേഴ്സണലി ഉപയോഗിക്കുന്നത് സെൽടെക്സ് ആയതുകൊണ്ടും കമ്പാരിറ്റീവ്ലി ഇതാണ് കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകളുടെ എല്ലാം തന്നെ ക്രാക്ക്ഡ് വെർഷൻ അവൈലബിൾ ആണ്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് എഴുതരുത്. കാരണം നിങ്ങൾ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു സ്ക്രിപ്റ്റും നിങ്ങളുടെ കണ്ടന്റും എത്രമാത്രം സേഫും സെക്യൂറുമാണെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റഫായിട്ടുള്ള തിരക്കഥകൾ എഴുതി ഈ ഒരു ഫോർമാറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു തിരക്കഥ ബെറ്റർ ആക്കാനായിട്ട് ഇനി കുറേ ടൂളുകൾ ഇതിനകത്ത് തന്നെയുണ്ട്. അത് എന്തെല്ലാമാണെന്നും ആ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.